Good afternoon. Good afternoon. Good afternoon, Miss. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. മെത്തേഡ്സ് ഒക്കെയാണ് പറഞ്ഞത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂസ് പറഞ്ഞു, ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, സെപ്പറേഷൻ, പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്, മെത്തേഡ്സ്, ടെക്നിക്സുകള്, അതിനകത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മള് റോൾ പ്ലേയിങ് വരെയാണോ പറഞ്ഞത്? റോൾ പ്ലേയിങ്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ വായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളോട് ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാത്തത് കേട്ടോ. പിന്നെ നമുക്ക് അതിന് മാത്രം സമയവും ഇല്ല. ഞാൻ ചോദിക്കാം, നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാം, അതായത് ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാല്ലേ? Okay, programmed instruction. It consists of a series of steps which are often set up through the central panel of an electronic computer as guides in the performance of a desired operation or a series of operation. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അതായത് പഠനം ഘട്ടം ഘട്ടമായി, അതായത് ഒന്നില്ലെങ്കിൽ ബുക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് എന്ത്, ഈ ഒരു പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയി അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ഒരു എംപ്ലോയി, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജോലി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൂടെ. അതായത് ഇപ്പോ MS Excel ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു, MS Word ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു, പവർ പോയിന്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു. അപ്പൊ ആദ്യം നമ്മള് എന്തായാലും വേർഡ് ആയിരിക്കും അദ്ദേഹത്തെ പഠിപ്പിക്കുക അല്ലെ, പിന്നീട് എക്സലിലോട്ട് കിടക്കും, പിന്നീട് പവർ പോയിന്റിലോട്ട് പോകും. അങ്ങനെ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ പുസ്തകമോ ഉപയോഗിച്ച് എംപ്ലോയിയെ ഘട്ടം ഘട്ടമായി ട്രെയിൻ ചെയ്തെടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണത് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പഠനം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുസ്തകം എന്ന് പറയുന്ന, അതായത് ബുക്കിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എംപ്ലോയിയെ ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ? ഓക്കെ, ദെൻ അടുത്തതാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയും. ടി ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ ടി ഗ്രൂപ്പ്. ഓക്കെ, ടി ഗ്രൂപ്പ് ട്രെയിനിങ് അഥവാ ടി ഗ്രൂപ്പ്. ടി എന്ന് പറയുന്നത് ടി സ്റ്റാൻഡ്സ് ഫോർ ട്രെയിനിങ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. Participants work together in a small group of 8 to 14 people over an extended period. Learning comes through analysis of their own experiences, including feelings, reactions, perceptions, and behavior. അതായത് ഇതെന്ന് പറയുന്നത് ആളുകളെ ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതായത് ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ആളുകളെ ഇപ്പൊ ഒരു 30 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 50 പേരാണ് ട്രെയിനിങ്ങിന് വന്നിരിക്കുന്നതെങ്കിൽ അവരെ സ്മോൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 8 തുടങ്ങി 14 അംഗങ്ങൾ വരെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് വരെ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുന്നു. എന്നിട്ട് ആ ഗ്രൂപ്പിനെ മാത്രം, അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി, എത്രയാണ് 8 മുതൽ 14 വരെ ഇൻഡിവിജ്വൽ അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് എന്ത് തിരിക്കും, ഈ ആളുകളെ തിരിക്കും. എന്നിട്ട് അവർക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കും.
അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് അവർ ചെയ്യുകയും അവർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഫീലിങ്സും ഒക്കെ എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്പർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 8 to 14 വരെയാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് അഥവാ ടി ഗ്രൂപ്പ് ആ ഒരു ഇതില് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ, അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ ആണ്. പെർഫോമൻസ് അപ്രൈസൽ. A performance appraisal is a process of estimating an employee's performance of job in terms of its requirements. Performance evaluation process includes established performance standards, convey performance expectations to employees, measure real performance, compare actual performance with the standards, discuss the appraisal with the employee, if necessary, begin corrective action. ഓക്കെ, ഇപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയി തന്റെ ജോലി എത്ര നന്നായി ചെയ്തു എന്ന് പരിശോധിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളെ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി നിങ്ങൾ എത്ര നന്നായി ചെയ്തു എന്ന് പരിശോധിക്കുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആണ്. ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി അദ്ദേഹം എത്ര നന്നായി ആ ജോലി ചെയ്തു എന്ന് പരിശോധിക്കുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ പെർഫോമൻസ് ഇവാലുവേഷനിൽ ചില ഘടകങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ജോലി ചെയ്യാനുള്ള മാനദണ്ഡം നിശ്ചയിക്കുക, ക്രൈറ്റീരിയ ഡിസൈൻ ചെയ്യുക. ഒരു എംപ്ലോയി ജോലിക്ക് വന്ന് ചേരുമ്പോൾ അയാൾക്ക് ചെയ്യാനുള്ള ജോലി അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലെ? അതിനെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ജോലി ചെയ്യാനുള്ള ക്രൈറ്റീരിയ നിശ്ചയിക്കുക. രണ്ടാമത്തത് കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. ജീവനക്കാരോട് അത് പറയുക. അതായത് ജോലിക്ക് വന്നിട്ടുള്ള എംപ്ലോയിയോട് പറയുക, ഇതാണ് നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ താങ്കളിൽ നിന്ന് ഞങ്ങൾ ഇതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവരോട് പറയുക. ഓക്കെ, മൂന്നാമത്തേത് മെഷർ റിയൽ പെർഫോമൻസ്. ഇനി ജോലിക്കാരൻ ആ ജോലി ചെയ്യുമ്പോൾ ആ പെർഫോമൻസ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ അളക്കുക. ഓക്കെ, അപ്പൊ ആദ്യം എംപ്ലോയി എന്താണ് ചെയ്യേണ്ടത്, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നു. രണ്ടാമത്തത് എംപ്ലോയിയോട് പറയുന്നു, നിങ്ങൾ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഇത്രയുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മൂന്നാമത്തത് എംപ്ലോയി ജോലി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക. നാലാമത്തെ പോയിന്റ് കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഇനി അദ്ദേഹം ചെയ്യുന്ന ജോലി അതായത് ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയയുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് അദ്ദേഹം ചെയ്യുന്ന ജോലി ആ പറഞ്ഞു വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയയിൽ ഉള്ളതാണോ, അദ്ദേഹം ആ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്, ആ ക്രൈറ്റീരിയയും അദ്ദേഹത്തിന്റെ പെർഫോമൻസും ഈക്വൽ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ദ അപ്രൈസൽ വിത്ത് ദ എംപ്ലോയീസ്. ജീവനക്കാരോട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതായത് എന്തെങ്കിലും ഇപ്പോ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാനേജ്മെന്റ് എംപ്ലോയീസിനോട് ഡിസ്കസ് ചെയ്യുക അല്ലെ? അതുപോലെ തന്നെ റിസൾട്ടുകൾ, അദ്ദേഹം ചെയ്തിരിക്കുന്ന ജോലിയുടെ ആക്ച്വൽ റിസൾട്ട് എന്താണെന്ന് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യും.
ഓക്കെ, then if necessary begin corrective action. ഇനി തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ സഹായിക്കുക. നമ്മൾക്ക് 100% ഒരു എംപ്ലോയി ജോലി ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലെ. 100% ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന രീതിയിൽ നമ്മുടെ മാക്സിമം ആണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ കൊടുക്കുക. അപ്പോ അദ്ദേഹം ചെയ്തു വന്ന ജോലിയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് സഹായിക്കുക. ഓക്കെ, ഇത്രയുമാണ് പെർഫോമൻസ് ഇവാലുവേഷനിൽ വരുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ് കേട്ടോ. എന്താണ് മോട്ടിവേഷൻ? വാട്ട് ഈസ് മീൻ ബൈ മോട്ടിവേഷൻ? നിങ്ങൾ കേൾക്കാറുണ്ടോ? മോട്ടിവേഷൻ പ്രചോദനമാണ് അല്ലേ? നമ്മള് യൂട്യൂബ് ഒക്കെ തുറക്കുമ്പോൾ പല മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട് അല്ലെ. നിങ്ങൾ കാണാറുണ്ടോ മോട്ടിവേഷണൽ വീഡിയോ? കാണാറുണ്ട്. കുറച്ചു നേരത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. അത് കുറച്ചു നേരത്തേക്ക് മാത്രമാണ് ഉണ്ടാവുക, അതിനുശേഷം അത് മാഞ്ഞു പോകാറില്ലേ? സ്ഥിരമായിട്ട് നിൽക്കാറുണ്ടോ? യൂട്യൂബ് വഴി കാണുന്ന മോട്ടിവേഷൻസ് ഒക്കെ ഇല്ല അല്ലെ? നിൽക്കാറില്ല? നിൽക്കാറുണ്ട്? യെസ് ഓർ നോ? നോ. നമ്മളിൽ തന്നെ ചില മോട്ടിവേഷൻ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ട് അല്ലെങ്കിൽ റിയൽ ആയിട്ട് അല്ലെങ്കിൽ അതൊരു പെർമനന്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ അല്ലാതെ കിട്ടുന്ന മോട്ടിവേഷൻ ഒക്കെ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. The goals of the individuals and the organization can be attained through persuading workers toward productive performance called a motivational process. It attracts and begins action, also acts as a factor in the continuation of activity until objectives have been attained. Okay, അതായത് ജീവനക്കാരെ എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ അവരെ ജോലി ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് നല്ല രീതിയിൽ അവരെ ജോലി ചെയ്യാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഒരു സ്ഥാപനം മോട്ടിവേറ്റ് ചെയ്യുന്നത് എംപ്ലോയീസിനെ? എങ്ങനെയാണ് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത്? പല രീതിയിലും മോട്ടിവേഷൻ കൊടുക്കുക അല്ലെ? അല്ലേ? എങ്ങനെയാണ്? ഒരു തരത്തിൽ മാത്രമായിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം അവിടെയുള്ള എംപ്ലോയീസിനെ? പല മെത്തേഡുകൾ ഉപയോഗിക്കാം അല്ലെ? പലതരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാം അല്ലെ? അപ്പൊ ജീവനക്കാരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം നൽകി അവരെ നല്ല രീതിയിൽ ജോലി ചെയ്യാനും ആ സ്ഥാപനത്തില് തുടർന്ന് നിലനിർത്താനും സഹായിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിനും അത് കണ്ടിന്യൂ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കുന്നു. ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി തുടങ്ങാനും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then അടുത്തത് ഒബ്ജക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷന്റെ ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്. It is the purpose of motivation to create condition in which people are willing to work with passion, initiative, interest and enthusiasm, with a high personal and group moral satisfaction, with a sense of responsibility, loyalty and discipline, and with the pride and confidence in a most coherent manner, so that the goals of an organization are attained effectively. Motivational techniques are to pursue employee growth. Okay, അതായത് പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് മോട്ടിവേഷന്റെ ലക്ഷ്യം എന്നതാണ് ഹെഡിങ് അല്ലെ, ഇത് തലക്കെട്ട്. അപ്പൊ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ജോലി ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ ആളുകൾക്ക് മാനേജ്മെന്റ് എന്തിനാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്തിനാണ് മോട്ടിവേഷൻ നൽകുന്നത്? അവിടെയുള്ള എംപ്ലോയീസ് വളരെയധികം സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടും കൂടി ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ നൽകുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത്
റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ വിശ്വാസവും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്റെ എംപ്ലോയീസ് എന്ത് ചെയ്യണം? ആ ജോലിയോടും ആ സ്ഥാപനത്തിനോടും റെസ്പോൺസിബിൾ ആയിരിക്കണം, അല്ലെ? ഉത്തരവാദിത്ത ബോധം ഉണ്ടാകണം. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിനോടുള്ള വിശ്വാസവും കാക്കണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഉത്തരവാദിത്ത ബോധവും അതുപോലെ തന്നെ വിശ്വാസവും കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ റെസ്പോൺസിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഒരു സ്ഥാപനത്തിന്റെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ. അത് മാത്രമല്ല ആ സ്ഥാപനത്തിന് ധാരാളം അച്ചീവ്മെന്റുകൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനും കൂടി വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? മോട്ടിവേഷൻ സഹായിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ 3 തരത്തിലാണ് ഒബ്ജക്റ്റീവ്. ഒന്ന്, എംപ്ലോയീസ് സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടും കൂടി ജോലി ചെയ്യുന്നതിന് വേണ്ടി. രണ്ടാമത്തത്, എംപ്ലോയീസിന് ഉത്തരവാദിത്തവും അതുപോലെ തന്നെ വിശ്വാസവും കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. മൂന്നാമത്തത്, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, അടുത്തത് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ടെക്നിക് ഡിസൈൻഡ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ചില ടെക്നിക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആളുകളെ പിടിച്ചു നിർത്തുന്നതിനും ആളുകൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനും അതുമൂലം സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ മെത്തേഡുകളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. സച്ച് മോട്ടിവേഷൻ ഈസ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി, wages and salary, bonuses, profit sharing, leave with pay, medical reimbursement, etc. ആദ്യത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. അതായത് പണവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? അതായത് ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് കൂടുതലായിട്ട് സാലറി കൊടുക്കുക, പണം കൂട്ടി കൊടുക്കുക. ഇപ്പൊ ഒരാൾ ഒരു 10,000 രൂപയ്ക്കാണ് ജോലിയിൽ ജോയിൻ ചെയ്തതെങ്കിൽ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിയുമ്പോൾ 15,000 രൂപയായിട്ട് അദ്ദേഹത്തിന്റെ ശമ്പളം വർദ്ധിപ്പിക്കുക. അതൊരു മോട്ടിവേഷൻ ഫാക്ടറാണ്. ഓക്കെ, അതുപോലെ തന്നെ വേജസ് ആൻഡ് സാലറി. അതിപ്പോ വേജസ് ആവാം അല്ലെങ്കിൽ സാലറിഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. അവർക്കൊക്കെ എന്ത് ചെയ്യുന്നു? ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു, സാലറി കൂട്ടിക്കൊടുക്കുന്നു. ദെൻ ബോണസസ്, അതായത് സാലറിയുടെ കൂടെ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ബോണസ് കൊടുക്കാറുണ്ട്, അല്ലെ? ചില സ്ഥാപനങ്ങൾ ബോണസ് കൊടുക്കാറില്ലേ? ഇല്ലേ, ബോണസ് കൊടുക്കാറില്ല. ഓണത്തിന് ബോണസ് കൊടുക്കാറുണ്ട്, അല്ലെ? കേരള ഗവൺമെന്റ് ഓണത്തിന് ബോണസ് കൊടുക്കാറില്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക്? അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ദീപാവലി സീസൺ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അവര് ബോണസ് കൊടുക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു സാലറിയുടെ കൂടെ ആ ബോണസ് ആയിട്ടുള്ള ഒരു പേയ്മെന്റും കൂടി അവർക്ക് ലഭിക്കും. അതൊരു മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ്. ചില മാനേജ്മെന്റ് എന്ത് ചെയ്യാറുണ്ട്? നല്ല രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിക്കുവാണെങ്കിൽ ആ ലാഭത്തിന്റെ ഒരു പങ്ക് അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. ഓക്കെ, 1 കോടി രൂപയാണ് ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എങ്കിൽ ആ 1 കോടി രൂപയിൽ നിന്ന് കുറച്ച് പൈസ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു മോട്ടിവേഷൻ ആണ്, അല്ലെ? ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ, അല്ലെ? അതുപോലെ തന്നെ ലീവ് വിത്ത് പേ. നമുക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ സാധാരണയായിട്ട് എന്ത് കിട്ടാറില്ല? ശമ്പളം കിട്ടാറില്ല, അല്ലെ? കിട്ടാറുണ്ടോ? കട്ട് ചെയ്യില്ലേ? സാലറി കട്ട് ചെയ്യോ? ജോലി ചെയ്ത് ലീവ് എടുത്ത് കഴിയുമ്പോ കമന്റ് ചെയ്യൂ. സാലറി കട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്, യെസ്, അല്ലെ? എന്നാൽ ചില ഓർഗനൈസേഷൻ എന്ത് ചെയ്യാറുണ്ട്? ഇതൊരു മോട്ടിവേഷൻ ടൂൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ശമ്പളത്തോട് കൂടി അവധി കൊടുക്കാറുണ്ട്. ഇപ്പൊ 2 ദിവസം ലീവ് എടുത്താലും കുഴപ്പമില്ല, ആ 2 ദിവസം അവർക്ക് എന്ത് കിട്ടും? പേയ്മെന്റ് കിട്ടും. അതൊരു മോട്ടിവേഷൻ ടൂൾ ആണ്. ഓക്കെ, ദെൻ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ്, മെഡിക്കൽ സഹായം. അതായത്
ആ എംപ്ലോയിക്ക് അതായത് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എംപ്ലോയിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കമ്പനി നേരിട്ട് അതിന്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നുണ്ടാവാം. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ നമുക്ക് ദീർഘകാലം ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇതാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. These motivators are not linked with the monetary reward. ഇത് പണവുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ ആദ്യത്തേതിലാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിലാണ് പണം, അല്ലെ, ശമ്പളം അല്ലെങ്കിൽ എന്താ പറയാ ക്യാഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. പക്ഷെ രണ്ടാമത്തേൽ വരുന്നത് പണവുമായി ബന്ധപ്പെട്ടല്ല. പണവുമായി ബന്ധപ്പെടാതെ മറ്റ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അതിനകത്ത് ആദ്യത്തേതാണ് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രശംസ കൊടുക്കുക, അംഗീകാരം കൊടുക്കുക. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഒരു 10 പേരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അതിനകത്ത് ഒരാളെ മാത്രം അവിടുത്തെ MD വന്ന് സ്ഥിരം വന്ന് എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു, അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? യെസ്, ഉണ്ടാവും അല്ലേ? അതായത് ആ ഒരു വ്യക്തിക്ക് മറ്റാർക്കും അത് കിട്ടുന്നില്ല, എനിക്ക് മാത്രം വന്ന് എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എപ്പോഴും എന്നെ നോക്കി ചിരിക്കുന്നു, വീട്ടുവിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. ആ വ്യക്തിയെ ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. ദാറ്റ് ഈസ് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് കേട്ടോ. ദെൻ രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് ആണ് കേട്ടോ. A management often satisfies this needs by establishing status symbols and distinctions in its organization by supplying costly furniture, carpets on floor, pictures on the wall, a personal assistant, etc. അതായത് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു അവിടെയുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് പ്രത്യേക സ്ഥാനവും മാനവും കൊടുക്കുന്നു. അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അവർക്ക് കൊടുക്കുന്നു. ഓക്കെ, അവര് ആ ഒരു ജോലി ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് അഭിമാനകരമാം വിധം അവർ പറയുന്നു. അതെങ്ങനെയൊക്കെയാണ് പറയുന്നത്? അതായത് എന്താ പറയാ, ചില ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചില എംപ്ലോയീസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരെ ആ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവർക്ക് കോസ്റ്റ്ലി ഫർണിച്ചർ കൊടുക്കാം. അതായത് അവർക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം എന്ത് ചെയ്യാം, അവർക്ക് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് റൂം കൊടുക്കുന്നു, വേറെ ആർക്കും കൊടുക്കുന്നില്ല, അവർക്ക് മാത്രം കൊടുക്കുന്നു. പ്രത്യേകമായിട്ടുള്ള കസേര, കറങ്ങുന്ന കസേര കൊടുക്കുന്നു, ഒരു ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് സന്തോഷം വരില്ലേ? വരുമില്ലയോ? വരും അല്ലെ? അതുപോലെ കാർപ്പറ്റ്സ് ഓൺ ഫ്ലോർ, ഇതൊക്കെ എന്താണ്? ഇതിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പിക്ചേഴ്സ് ഓൺ ദ വാൾ, അതായത് അദ്ദേഹത്തിന്റെ പിക്ചർ എന്ത് ചെയ്യുന്നു, ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്നു, അദ്ദേഹത്തിന് മാത്രമായിട്ട് പേഴ്സണൽ അസിസ്റ്റന്റിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ കൊടുക്കുമ്പോ എന്താണ്? ഭയങ്കരമായിട്ട് ആ എംപ്ലോയി മതിമറന്ന് സന്തോഷിക്കും. അപ്പോ ആ സ്ഥാപനത്തിനോടുള്ള കൂറും ആ എംപ്ലോയി കാണിച്ചിരിക്കും കേട്ടോ. അപ്പോ ചില സ്ഥാപനങ്ങള് ഇത്തരം ചില ട്രിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചില എംപ്ലോയീസിനെ മാത്രം അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് എംപ്ലോയീസിനെ മാത്രം അവർ സെലക്ട് ചെയ്ത് അവർക്ക് മാത്രമായിട്ട് ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കും. അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ഈ എംപ്ലോയി അനുസരിക്കും. ചിലപ്പോൾ മറ്റു എംപ്ലോയീസിന് ചിലപ്പോൾ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ മാനേജ്മെന്റിന്റെ കൂടെയായിരിക്കും ഇവര് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് ആ സ്ഥാപനത്തിന് ട്രിക്കാണ്. അതായത് ആ ഒരു എംപ്ലോയി അവിടെ നിന്ന് പോകാതിരിക്കാനും മറ്റു പല സ്റ്റാഫുകൾ അവർക്ക് നേരെ തിരിയാതിരിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
Okay, that is status and pride. Okay, മനസ്സിലായോ? അടുത്തത് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കോമ്പീറ്റ് വിത്ത് വൺ അനദർ ഇഫ് ദേ ഫീൽ ദേ ഹാവ് ചാൻസസ് ടു ഗെയിൻ ആൻഡ് സാറ്റിസ്ഫൈ ദെയർ ഈഗോ. അതായത് ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫീൽഡില് കോമ്പറ്റീഷൻ വരാം. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. അതായത് അവരുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ ചില സിനിമയിലും അല്ലെങ്കിൽ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അതായത് ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ രണ്ടുപേര് വർക്ക് ചെയ്യുന്നുണ്ടാകാം. അതായത് സെയിം പോസ്റ്റിലുള്ള രണ്ടുപേര്, ആ രണ്ടു പേർക്കും തമ്മിൽ ഏറ്റവും നല്ല പ്രൊജക്ട് ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്ലാൻ ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അവർക്ക് നല്ലൊരു സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ കൊടുക്കും. അപ്പൊ ഈ രണ്ട് വ്യക്തികളും തമ്മിൽ മത്സരിക്കുന്നത് ആ സ്ഥാപനത്തിന് ഏറ്റവും മികച്ചത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാനേജ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഔട്ട്കം, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോ അവിടെ എംപ്ലോയീസ് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായി കഴിഞ്ഞാല് താനാണ് ബെസ്റ്റ് ചെയ്യുന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും അതുമൂലം മാനേജ്മെന്റിന് അത് ലാഭമായി തീരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ജീവനക്കാർ തമ്മിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരത്തിലൂടെ കമ്പനിക്ക് കൂടുതൽ നേട്ടങ്ങൾ കിട്ടാൻ സഹായിക്കും. ഓക്കെ, the next one delegation of authority ആണ്. Delegation of authority, the delegation of a sustainable amount of responsibility to carry out a given task often proves to be a strong motivating force. അതായത് ഇവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ വേണ്ട റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ പവർ, അധികാരവും ജീവനക്കാർക്ക് നൽകുന്നത് അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ജോലിയില് ഒരു എംപ്ലോയിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു, കൂടുതൽ പവേഴ്സ് കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതൊരു മോട്ടിവേഷൻ ആണ്. ഇപ്പോ തലേ ദിവസം വരെ ഓഫീസ് വർക്കുകൾ മാത്രം ചെയ്തിരുന്ന ഒരു എംപ്ലോയി പിറ്റേ ദിവസം MD നേരിട്ട് വിളിപ്പിച്ച് പറയുവാണ്, നിങ്ങൾക്ക് ഫീൽഡ് വർക്കും കൂടി ഞാൻ തരുവാണെന്ന് പറയുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ കൂടുന്നു, അദ്ദേഹത്തിന്റെ പവർ അവിടെ കൂടുന്നു, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതെന്താണ്, അതൊരു മോട്ടിവേഷൻ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. That is delegation of authority. കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൂടുതലും പവർ നൽകുന്നതിലൂടെ അതൊരു മോട്ടിവേഷനായി മാറുന്നു. ഓക്കെ, അപ്പൊ സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് പറഞ്ഞു, കോമ്പറ്റീഷൻ പറഞ്ഞു, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പറഞ്ഞു. മൂന്നും ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, then next one participation ആണ്. It implies both the physical and mental involvement of the people in an activity, particularly in that of decision making. അതായത് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ എംപ്ലോയീസിനെ പങ്കെടുപ്പിക്കുന്നത്. സാധാരണയായിട്ട് അങ്ങനെ പങ്കെടുപ്പിക്കാറില്ല അല്ലെ. മാനേജ്മെന്റ് തീരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം തീരുമാനമാണ്. പക്ഷേ അതിൽ എംപ്ലോയിയുടെയും കൂടെ ഒരു സജഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് കൂടി നമ്മൾ തേടുവാണെങ്കിൽ, മാനേജ്മെന്റ് സ്വീകരിക്കുവാണെങ്കിൽ അത് എംപ്ലോയീസിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അവർക്കൊരു തോന്നലുണ്ടാവും, എന്റെ മാനേജ്മെന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയല്ലോ, എന്റെ വാക്കിന് വിലയുണ്ടായല്ലോ, അല്ലെങ്കിൽ എന്റെ സജഷൻസ് കൂടി മാനേജ്മെന്റ് കേട്ടല്ലോ. അപ്പൊ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അവിടെയുള്ള എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നതും motivation ആണ്. Okay, the next one, job enlargement. It is the process of increasing the complication of the job with a view to appealing to the higher order needs of workers. Job enlargement is a horizontal expansion of the duties and tasks across the same organizational level. Okay, ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞ അതായത് ജോലിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരേ നിലയിൽ കൂടുതൽ ജോലികൾ നൽകി ജീവനക്കാരനെ സന്തോഷിപ്പിക്കുക. ദാറ്റ് ഈസ് ജോബ് എൻലാർജ്മെന്റ്. അതായത്
ചിലർക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ആണ് ഉണ്ടാവുക. അതായത് നമ്മൾ ഒരു ജോലി കൊടുക്കുന്നു, പിറ്റേ ദിവസം ആകുമ്പോൾ കൂടുതൽ ജോലി നമുക്ക് തരുന്നു, അപ്പൊ നമുക്ക് ജോലി ഭാരമാണ് തോന്നുക. പക്ഷെ മറ്റ് അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു ചില എംപ്ലോയീസിനെ സംബന്ധിച്ച് ചിലവർക്ക് ജോലി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലികൾ അവർക്ക് കൊടുക്കുമ്പോൾ അവരെ മാനേജ്മെന്റ് അംഗീകരിച്ചല്ലോ എന്നുള്ളൊരു എന്താ പറയാ ചിന്തയാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് ജോബ് എൻലാർജ്മെന്റ്. അതായത് അവർ ചെയ്തിരിക്കുന്ന ജോലികൾക്ക് പുറമെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടി മികച്ച ജോലികൾ അവരെ ഏൽപ്പിക്കുന്നു. ദാറ്റ് ഈസ് ജോബ് എൻലാർജ്മെന്റ്. ഇതൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ജോബ് റൊട്ടേഷൻ ആണ് കേട്ടോ. It indicates shifting of an employee from one job to another so as to reduce monotony and boredom, to increase the skill and knowledge of the employee about the related job is the main objective of the job rotation. അതായത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ജീവനക്കാരനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്താണ്? ജീവനക്കാരനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ത്? ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോ സ്ഥിരമായിട്ട് ഒരു എംപ്ലോയിക്ക് ഒരു ജോലി തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്താണ് ഉണ്ടാവുക? ചിലപ്പോ അദ്ദേഹം ഹാപ്പി ആയിരിക്കുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? പക്ഷെ ചില സമയങ്ങളിൽ എന്ത് തോന്നുന്നു അദ്ദേഹത്തിന്? ലോൺലിനെസ് അനുഭവപ്പെടില്ലേ? ഒരു മടുപ്പ് തോന്നില്ലേ ജോലിയോട്? കമന്റ് ചെയ്യൂ. മടുപ്പ് തോന്നുമോ ജോലിയോട്? ബോറടിക്കും അല്ലെ? എപ്പോഴും ഒരേ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? എംപ്ലോയീസിന് ബോറടിക്കാം അല്ലെ? ഒരു മുഷിച്ചിൽ വരാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അതായത് ജോലി മാറ്റി കൊടുക്കണം. സ്ഥിരം ചെയ്യുന്ന ജോലികളിൽ നിന്ന് കുറച്ച് എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റു ചില ജോലികൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാല് അത് ഒരു എന്താ പറയാ ലോൺലിനെസ്സിൽ നിന്നും ഒരു എന്താ പറയാ ആ ഒരു കാര്യം ഇല്ലാതാവുകയും അതുപോലെ തന്നെ ഈ ഒരു ആ ഒരു ജോലി ചെയ്യുന്നതിൽ നിന്നുള്ള ബോറടി മാറ്റാനും സഹായിക്കും. അപ്പൊ ഇത്തരത്തില് പിന്നെ അതുപോലെ തന്നെ പുതിയ ജോലി കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്തരത്തില് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് എൻറിച്ച്മെന്റ് ആണ്. It is a form of changing or improving a job as that a worker is likely to be more inspired. It is a vertical expansion of the roles, responsibilities, authority. The employees is provided with the opportunity for greater recognition, advancement, growth and responsibility. The goal of enrichment is not just to make the work more varied, but not turn every employee into a manager. അതായത് ജോബ് എൻറിച്ച്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. ഒരു ആള് സ്ഥിരമായിട്ട് ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക, അദ്ദേഹത്തിന് കൂടുതൽ അധികാരങ്ങൾ പവേഴ്സ് കൊടുക്കുക, അതുപോലെ അംഗീകാരങ്ങൾ റെക്കഗ്നീഷൻ കൊടുക്കുക, അതുപോലെ അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടും. മോട്ടിവേറ്റ് ചെയ്യപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, ആ എംപ്ലോയിയുടെ ലീഡർഷിപ്പ് വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒരു എംപ്ലോയിക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നു. എന്താണ്? റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൊടുക്കുന്നു, പവർ കൊടുക്കുന്നു, റെക്കഗ്നീഷൻ കൊടുക്കുന്നു, അതുപോലെ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റിന് അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അദ്ദേഹം ആ കമ്പനിയോട് കൂറുള്ളവനായിട്ട് മാറും അല്ലെ? അതൊരു മോട്ടിവേഷൻ ഫാക്ടർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ഉയരുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ജോബ് എൻറിച്ച്മെന്റ് വരെ ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ആണ് കേട്ടോ. എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ 3 പോയിന്റ് ഉണ്ട്. അതിനകത്ത് ബിയുടെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ബി പോയിന്റിന്റെ തുടർച്ചയായിട്ടാണ് ആ സി പോയിന്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് നോക്കാം നമുക്ക്. ഇതൊരു പവർഫുൾ മോട്ടിവേഷൻ ആണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അതായത് എന്താണ് നമുക്ക് നോക്കാൻ അത് പറയുന്നത്, that behavior which seems to let a positive consequence or reward tends to be repeated, while behavior that seems to lead to a negative consequence tends to not to be repeated, and therefore it is possible to influence people's behavior only by providing the properly scheduled rewards. അതായത് എന്താ പറയാ, നല്ല പ്രവൃത്തി അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ടൂൾ ആണെന്ന് പറഞ്ഞു. ഒരു എംപ്ലോയിക്ക് നല്ല രീതിയിലുള്ള ജോലി നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അതിന് തക്ക പ്രതിഫലം അല്ലെങ്കിൽ ഒരു സാലറി വേജസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ആ ജോലിക്കാരൻ ആ സ്ഥാപനത്തില് നിൽക്കും. ദീർഘനാള് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ആ ജോലി ചെയ്യാനും അവിടെ നിൽക്കാനും ശ്രമിക്കും. അതാണ് അവിടെ റിപ്പീറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഒരു ജോലിക്കാരന് നല്ല രീതിയിലുള്ള ജോലി കൊടുക്കുകയാണെങ്കിലോ അതുപോലെ ആ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ശമ്പളമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെങ്കിലോ എന്ത് ചെയ്യാം, ആ ജോലിക്കാരൻ ആ സ്ഥാപനത്തിൽ നിൽക്കാം. ഇതൊരു മോട്ടിവേഷൻ ടൂളാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത്, ഒരു ജോലിക്കാരൻ ഒരു ജോലി ചെയ്തു, അദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾ വരുത്തുവാണെങ്കിൽ എന്ത് ചെയ്യാം, പണിഷ്മെന്റ് കൊടുക്കാം അല്ലെ. പണിഷ്മെന്റ് കൊടുക്കില്ലേ, പണിഷ്മെന്റ് കൊടുക്കില്ലേ? എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാല് ജോലിയിൽ പണിഷ്മെന്റ് കൊടുക്കാറില്ലേ? ഇറങ്ങിപ്പോയോ? എസ്സോർണോ? ആ, കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ പണിഷ്മെന്റ് കിട്ടും എന്നുള്ള ഒരു ബോധം ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യും, പിന്നീട് ആ തെറ്റുകളിലേക്ക് അദ്ദേഹത്തെ നയിക്കില്ല. ഓക്കെ, അപ്പോ പണിഷ്മെന്റ് കിട്ടും അല്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നുള്ളൊരു വിചാരം എന്ത് ചെയ്യില്ല, പിന്നീട് ആ ജോലിയുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ആവർത്തിക്കില്ല. ഇതൊരു റീഇൻഫോഴ്സ്മെന്റ് ടൂളാണ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ടൂളാണ്. ഓക്കെ, then അടുത്തതെന്ന് പറയുന്നത്, ശരിയായ സമയത്ത് നമ്മൾ സാലറി കൊടുക്കുവാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ബിഹേവിയറിൽ വ്യത്യാസം വരാം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോടുള്ള ഒരു കൂറ് എപ്പോഴും കാണിച്ചിരിക്കും. ഇപ്പോ 1-ാം തീയതിയാണ് സാലറിയുടെ ഡേറ്റ് എന്ന് വിചാരിക്കുക. നമുക്കൊരു 10-ാം തീയതിയാണ് ആ സാലറി കിട്ടിയത്. നമ്മൾക്ക് സന്തോഷമൊക്കെ ആയിണ്ടാവും അല്ലെ, നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടാണല്ലോ, സാലറി എന്ന് പറയുന്ന ആ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് തന്നെ വരുന്നത് അല്ലെ. അല്ലാണ്ട് വെറുതെ ആരെങ്കിലും ജോലിക്ക് പോവോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നേ? പണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ആണോ അല്ലയോ? ആണ്. എന്തിനു വേണ്ടിയിട്ടാ ജോലി എടുക്കുന്നേ? പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാ? കൃത്യസമയത്ത് ആരാണ് പണം കൊടുക്കേണ്ടേ? ശമ്പളം കൊടുക്കേണ്ടത് ആരാ? മാനേജ്മെന്റ് ആണല്ലേ. അപ്പൊ മാനേജ്മെന്റ് 1-ാം തീയതിയാണ് ശമ്പളത്തിന്റെ ഡേറ്റ്, സാലറിയുടെ ഡേറ്റ് എങ്കിൽ ആ 1-ാം തീയതി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവുക. മറിച്ച് ഒരു 10-ാം തീയതിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു നമ്മൾക്ക് ആ കിട്ടുന്നതിന്റെ സന്തോഷം അല്ലെങ്കിൽ അതൊക്കെ കുറഞ്ഞു വരും അല്ലെ. സന്തോഷം ഉണ്ടാവും ഇല്ലെന്നല്ലട്ടോ ഞാൻ പറയുന്നേ, സന്തോഷം ഉണ്ടാവും, പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കുറഞ്ഞിട്ടായിരിക്കും വരിക അല്ലെ. നമ്മളിങ്ങനെ ചിലപ്പോൾ വിളിച്ചു ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടേണ്ടി വരും, ശമ്പളം, അയ്യോ ശമ്പളം തരാറായില്ലേ, എന്റെ സാലറി ഡേറ്റ് എന്നാണ്, മറന്നുപോയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അവരോട് ആവശ്യപ്പെടുമ്പോഴാണ് അവർ നമുക്ക് ഇട്ട് തരിക. അപ്പൊ അതൊരു എന്താ പറയാ, ശരിയായ സമയത്ത് ശരിയായിട്ടുള്ള ശമ്പളം കിട്ടുക എന്ന് പറയുന്നത് അതൊരു മോട്ടിവേഷൻ ടൂള് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് റീഇൻഫോഴ്സ്മെന്റ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. The next one, quality of work life. It means different to different persons. It means opportunities for advancement, creative task, and a successful career to a young entrant.
flexible working hours. Under this system, the employees are free to choose within certain limitations at what time they begin and quit their job each day. Quality of work life എന്ന് പറഞ്ഞാല് ഓരോ വ്യക്തിക്കും ഇത് വ്യത്യാസമാണ്. ക്വാളിറ്റി ഓഫ് വർക്ക് ടൈം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു വ്യക്തി ഒരു ജോലി ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഒരു ജോലി ഇപ്പൊ ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. എന്താ ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആണോ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്റെ ഒരു ജോലിയാണോ? യെസ്, അതെ അല്ലെ. അപ്പൊ ഞാൻ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് എനിക്ക് ഉണ്ടാവുന്നത്, ആ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഞാൻ കണക്ട് ചെയ്ത് പറയുവാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ. അതായത് എന്റെ ഡെവലപ്മെന്റ് കൂടുവാണ്, എന്റെ വികസനം അല്ലെങ്കിൽ എന്റെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്താവുകയാണ്? എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുവാണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്റെ കരിയറിൽ അത് വളർച്ചയാണ് തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് പല പല കാര്യങ്ങളിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. പല പല കാര്യങ്ങളിൽ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? മിക്കപ്പോഴും പഠിപ്പിക്കുക. അപ്പൊ എന്റെ ക്രിയേറ്റീവ് തിങ്കിങ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യുന്നത്. അതും വളരാനായിട്ട്, അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, മികച്ച കരിയർ സാധ്യതകൾ. ഞാനിപ്പോ ഇവിടെ പഠിപ്പിക്കുന്നു, ഞാൻ ഈ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യാം? എന്നെ ചൂസ് ചെയ്യാം അല്ലെ. ഇല്ലേ? അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലേ? ഉണ്ടോ ഇല്ലയോ? മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാം? എന്നെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിന്റെ കീഴിൽ എന്ത് ചെയ്യാം? എന്നെ വിളിക്കുക അല്ലെ പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോ എന്താണ്? മികച്ച രീതിയിൽ കരിയർ സാധ്യത സൃഷ്ടിക്കും. അതുപോലെ തന്നെ വർക്കിംഗ് അവറും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ എനിക്കെന്ന് പറഞ്ഞാല് നിങ്ങളെ 1:30 തുടങ്ങി 2:30 വരെ പഠിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? എനിക്ക് തിരിച്ചു കിട്ടി പോവാം അല്ലെ. അപ്പൊ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ കിട്ടുന്നത്. മടുക്കുന്നില്ല, ദീർഘനേരം എന്ത് ചെയ്യണ്ട, ലോങ് ടേം ആയിട്ട് നിങ്ങൾ എനിക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ. രാവിലെ 10 മണി തുടങ്ങി 4 മണി വരെ എന്ത് ചെയ്യണ്ട, നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കണ്ട. എനിക്ക് 1 മണിക്കൂർ തന്നിട്ടുണ്ട്, ആ 1 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ പോവാം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാണ്? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആണ്. ഇതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു ജോലിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എന്തൊക്കെയാണ്? നല്ല രീതിയിൽ നമ്മൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു എന്ന് നോക്കണം. ഓക്കെ, അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് അവിടെ ഡെവലപ്പ് ആകുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നമുക്ക് മികച്ച രീതിയിലുള്ള കരിയർ സാധ്യതകൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം എംപ്ലോയി മൊറയിലാണ് കേട്ടോ. Morale means a feeling of enthusiasm, zeal, confidence in individuals or groups that they will be able to handle the task allotted to them. Morale is a mental condition or attitude of individuals and groups that determines their readiness to cooperate. Good morale is evidenced by employee enthusiasm, voluntary conformance with the regulations and the orders, and their readiness to cooperate with the others to accomplish of an organization objectives. Employee morale എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് മൊറൈൽ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ എന്താ പറയാ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉത്സാഹം അല്ലെ, എന്താ പറയാ എന്തൂസിയാസം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഉത്സാഹം. അതുപോലെ തന്നെ ആത്മവിശ്വാസം, കോൺഫിഡൻസ്, അതുപോലെ തന്നെ ആവേശം,
സീൽ എന്നിവയെയാണ് മൊറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എംപ്ലോയിക്ക് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ആവേശത്തെയുമാണ് നമ്മൾ എന്ത് പറയാം, മൊറൽ എന്ന് പറയാം. ഓക്കെ, ഈ മൊറൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ജോലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു എംപ്ലോയിയെ തിരഞ്ഞെടുത്ത് ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി, ഓക്കെ, നിങ്ങൾക്ക് ഈ 3 സാധനവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ നല്ല രീതിയിൽ, പറ്റുമോ ഇല്ലയോ? എന്തൂസിയാസം വേണം, സീല് വേണം, കോൺഫിഡൻസ് വേണം, അല്ലെ? ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് ജോലിയാണെങ്കിലും അതെ കേട്ടോ, ഏതൊരു ജോലി നമ്മൾ ചെയ്യുമ്പോഴും ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ജോലിയില് മികച്ചത് അല്ലെങ്കിൽ ബെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഒരു എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്ന ജോലി അത് കൃത്യമായി ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നത് ഈ 3 കാര്യങ്ങളിലൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ളൊരു ഹെൽപ്പ് ഇത് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എംപ്ലോയി മൊറൽ. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് നല്ലൊരു ഗുഡ് മൊറൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഒരു ഗുഡ് മൊറൽ ഉണ്ടെങ്കിൽ ജീവനക്കാരൻ അല്ലെങ്കിൽ എംപ്ലോയി നല്ല ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും, ജീവനക്കാരൻ നല്ലൊരു ഉത്സാഹത്തോടു കൂടിയായിരിക്കും ആ ജോലി ചെയ്ത് തീർക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവര് സ്വയമേ പാലിക്കും, ഫോളോ ചെയ്യും. ദെൻ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോ ഒരു ഗുഡ് മൊറൽ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആ ജീവനക്കാരൻ ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യാം. അതുപോലെ ആ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യും, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എംപ്ലോയി മൊറൽ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, then next one എംപ്ലോയി ഗ്രീവൻസ് ആണ് കേട്ടോ. എംപ്ലോയി ഗ്രീവൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. A complaint that affects one or more workers constitute a grievance. എന്താണ്? അതായത് ഒന്നോ അതിലധികമോ ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ ഗ്രീവൻസ് എന്ന് പറയുന്നത്. ഒരു കംപ്ലൈന്റ് ആണ് കേട്ടോ. അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ വ്യക്തികളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾക്ക് എന്ത് പറയാം, അതിനെ ഈ ഒരു ഗ്രീവൻസ് എന്ന് പറയാം കേട്ടോ. അതൊരു കംപ്ലൈന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ കംപ്ലൈന്റ് ബിക്കംസ് എ ഗ്രീവൻസ് when this discontent which is mostly associated with the work is brought to the notice of the management. അതായത് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് മാനേജ്മെന്റിനോട് പറയുമ്പോൾ അത് കംപ്ലൈന്റ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അത് ഗ്രീവൻസ് ആയിട്ട് മാറുന്നു. അപ്പോ എന്തുമായി ബന്ധപ്പെട്ടാണ് ഗ്രീവൻസ് വരുന്നത് ഒരു ഓർഗനൈസേഷനില്? അത് ജോലിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ജോലി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാനേജ്മെന്റിനോട് പങ്കുവയ്ക്കുമ്പോൾ അത് കംപ്ലൈന്റ് അല്ലെങ്കിൽ ഗ്രീവൻസ് ആയിട്ട് മാറുന്നു. Then മൂന്നാമത്തെ പോയിന്റ്, a grievance is a written complaint filed by an employee and claiming unfair treatment. ഈ ഗ്രീവൻസ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ കംപ്ലൈന്റ് ആണ്. നമ്മൾ കൂട്ടമായിട്ട് ചെന്ന് പറയുന്നതായിരിക്കില്ല. ഇത് രേഖാമൂലമുള്ള ഒരു ഡോക്യുമെന്റ് ആകാം. ഒരു റിട്ടൺ കംപ്ലൈന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ആരാണ് കൊടുക്കുന്നത്? എംപ്ലോയി ആണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? അൺഫെയർ ട്രീറ്റ്മെന്റ്. അതായത് അവർക്ക് യോജിച്ചതല്ലാത്ത രീതിയിൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഒരു നടപടികളോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ അതിനെതിരെയാണ് ഈ ഗ്രീവൻസ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ജോലിക്കാർക്ക് ആർക്കും തൃപ്തികരമല്ലാത്ത രീതികളിൽ എന്തെങ്കിലും ഒരു നടപടികൾ എടുക്കുവാണെങ്കിൽ, മാനേജ്മെന്റ് എടുക്കുവാണെങ്കിൽ അതിനെ കൂട്ടമായിട്ട് പ്രതിരോധിക്കാനായിട്ട് ഇവര് കണ്ടെത്തുന്ന ഒരു മാർഗമാണെന്ത്? ഈ ഗ്രീവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം പരാതികളായിട്ട് ഉയരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ?
Employee grievance. Okay ആണോ? Okay. Then causes of grievance. എന്തൊക്കെയാണ് ഈ പരാതികളുടെ മൂല കാരണം എന്ന് നോക്കാം നമുക്ക്. ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഓഫ് വർക്കേഴ്സ് ഗ്രീവൻസസ്. അതായത് തൊഴിലാളികൾക്കും എപ്പോഴും കംപ്ലൈന്റുകൾ ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഇക്കാരണങ്ങളാലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഗാർഡിംഗ് വേജസ്. അതായത് വേജസ് സംബന്ധിച്ച്, സാലറി സംബന്ധിച്ച്, ശമ്പളം സംബന്ധിച്ച് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, എംപ്ലോയീസ് ഉന്നയിക്കാം. അത് കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാം അല്ലെ. ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറില്ല, തക്കതായിട്ടുള്ള പ്രതിഫലം കൊടുക്കാറില്ല അല്ലെ. അപ്പോ അവർ കൂടുതൽ ജോലി എടുപ്പിക്കാം, പക്ഷെ കുറവായിരിക്കാം ശമ്പളം കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എംപ്ലോയീസ് എന്ത് ചെയ്യാറുണ്ട്, വേജസ് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട്. രണ്ടാമത് റിഗാർഡിംഗ് സൂപ്പർവിഷൻ. നല്ല രീതിയിൽ അവരെ മേൽനോട്ടം വഹിക്കാൻ ആളില്ലെങ്കിൽ, ഓക്കെ, ഒരു സൂപ്പർവിഷന് ഒരാള് അവരുടെ കൂടെ ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിന് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയും കംപ്ലൈന്റ് കൊടുക്കാം. മൂന്നാമത്തത് റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്. അതായത് വ്യക്തിഗതമായിട്ടുള്ള പുരോഗതി അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ, അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ ശമ്പളം കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെ പണിയെടുപ്പിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ബോണസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലീവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലൈന്റ് വരാം. ദെൻ ജനറൽ വർക്കിംഗ് കണ്ടീഷൻ. അവർ ജോലി ചെയ്യുന്ന ചുറ്റുപാടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർ ആ ജോലി ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട്, അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് ചിലപ്പോ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് കൊണ്ട് നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആവശ്യത്തിന് മെഷീനറീസ് ഇല്ല, യന്ത്രങ്ങളില്ല, പ്രോപ്പർ ആയിട്ട് ജോലി നടക്കുന്നില്ല, അവർക്ക് കൂടുതൽ സമയം ജോലി എടുക്കേണ്ടി വരുന്നു. ഓക്കെ, അതായത് ഓവർ ആയിട്ടുള്ള ഡ്യൂട്ടീസും മറ്റും ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാവുന്നതാണ്, പരാതികൾ. കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈൻ എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ബാർഗൈൻ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, കൂട്ടമായിട്ട് ഓരോ കാര്യത്തിനും ബാർഗൈൻ ചെയ്ത് ആ കാര്യം അച്ചീവ് ചെയ്യും. ദാറ്റ് ഈസ് കളക്റ്റീവ് ബാർഗൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോസസ് ഓഫ് ഗ്രീവൻസിൽ വരുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ, when the grievance redressal machinery works effectively, it is satisfactorily resolved most of the disputes between labor and management. പരാതി പരിഹാര സംവിധാനം ശരിയായി പ്രവർത്തിച്ചാൽ തൊഴിലാളികളും എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ള മെജോറിറ്റി പ്രോബ്ലംസും എളുപ്പത്തിൽ പരിഹരിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നല്ല രീതിയിൽ ഒരു ഗ്രീവൻസസ് റിഡ്രസൽ സംവിധാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാനേജ്മെന്റിനും തൊഴിലാളികൾക്കും വരുന്ന പ്രശ്നങ്ങൾ ഈസിലി അവിടെ സോൾവ് ആകുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എനി ഡൗട്ട്സ്? മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എംപ്ലോയി ഗ്രീവൻസസിലെ ആ ലാസ്റ്റ് പോയിന്റില്ലേ മാം, ഗ്രീവൻസ് കംപ്ലൈന്റ് എന്നില്ല, എംപ്ലോയി ഗ്രീവൻസസ് ഇല്ലേ മാം, അതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. അതായത് കൂട്ടമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, എന്തെങ്കിലും ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കൂട്ടമായിട്ട് പ്രതികരിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എന്തെങ്കിലും സോൾവ് ചെയ്യാറുണ്ട്. അതിനെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് കേട്ടോ. സോറി മാം, അതായത് എംപ്ലോയി ഗ്രീവൻസസിലെ ലാസ്റ്റ് പോയിന്റ് എംപ്ലോയീസ് ഗ്രീവൻസ്. ഓ, ഇതല്ലേ. ഗ്രീവൻസ് ഇസ് എ റിട്ടൺ കംപ്ലൈന്റ്. അതായത് ഗ്രീവൻസ്, ഈ പരാതി എന്ന് പറയുന്നത് എപ്പോഴും റിട്ടേൺ ആയിരിക്കും. മാനേജ്മെന്റിനോട് പറയുന്നതിനൊരു പരിധിയുണ്ട്. പറയുന്നത് ഒരിക്കലും ചിലപ്പോൾ മാനേജ്മെന്റ് കേൾക്കുന്ന വരില്ല. അപ്പൊ നമ്മളത് റിട്ടേൺ ഡോക്യുമെന്റ് ആക്കണം, ഒരു റിട്ടേൺ ഫയൽ ആക്കിയിട്ടാണ് അവർക്കത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ പുറകിലുള്ളത് എംപ്ലോയീസ് ആണ്.
എന്തുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് കോട്ടം സംഭവിക്കുമ്പോഴാണ് അൺഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. അവർക്ക് ഫേവറബിൾ അല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ ഗ്രീവൻസ് കൊടുക്കുക. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. നെക്സ്റ്റ് ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. ഡിസാസ്റ്റർ എടുത്തിട്ടില്ലല്ലോ ആരും? ഇല്ല മിസ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു മിസ്.